കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് ശശി തരൂർ എംപി പറയുകയാണ്. മാർച്ച് 21 മുതൽ ശശി തരൂർ പ്രചരണത്തിന് ഇറങ്ങിയിരുന്നു. കേരളത്തിലെ ജനങ്ങൾക്ക് യുഡിഎഫ് ഭരണം വേണമെന്നും മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. യുഡിഎഫിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതിനാണ് പാർട്ടി ഇപ്പോൾ പ്രാധാന്യം നൽകുന്നതെന്ന് ശശി തരൂർ പറയുന്നുണ്ട്. കേരളത്തിലെ ചില മണ്ഡലങ്ങളിൽ പുതുമുഖങ്ങളാണ് മത്സരരംഗത്തുള്ളത്. അവർക്ക് വേണ്ടി പ്രചാരണം നടത്താനും രാഷ്ട്രീയ ബന്ധങ്ങൾ വളർത്താനും കോൺഗ്രസ് ശ്രമം തുടരുകയാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ട്രെൻഡ് യുഡിഎഫിന് അനുകൂലമാണ്. ജനങ്ങൾ കേരളത്തിൽ വലിയ മാറ്റങ്ങളാണ് ആഗ്രഹിക്കുന്നത്. അതിനുള്ള സമയം വന്നിരിക്കുകയാണെന്നും ശശി തരൂർ വ്യക്തമാക്കുന്നുണ്ട്. ജനങ്ങളിലെ മാറ്റം യുഡിഎഫിന് അനുകൂലമാകുമെന്നും തരൂർ ഉറപ്പിച്ചു പറയുന്നു. സിപിഎമ്മിന്റെ അവകാശവാദം ഭരണവിരുദ്ധ വികാരം വലിയ തോതിലില്ല എന്നാണ്. അതിന് ശശി തരൂർ മാധ്യമങ്ങൾക്ക് മറുപടി നൽകി. അങ്ങനെ പറഞ്ഞാലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. കേരളത്തിന്റെ സ്ഥിതി എല്ലാവർക്കും അറിയാം. പിണറായി ഭരണത്തിലെ ദുരിതങ്ങൾ സാധാരണ ജനങ്ങൾക്കാണ് ഭീഷണിയായിരിക്കുന്നത്. എംഎൽഎമാർക്ക് പിന്തുണയുണ്ടെന്ന സിപിഎം വാദത്തെ ശശി തരൂർ പൂർണ്ണമായും തള്ളുകയാണ്. 10 വർഷം കൊണ്ട് എന്ത് ജനങ്ങൾക്ക് കിട്ടിയെന്നും ശശി തരൂർ ചോദിക്കുന്നുണ്ട്. വികസനം ചൂണ്ടിക്കാണിക്കാൻ പറയുമ്പോൾ കേന്ദ്രം കൊണ്ടുവന്ന ദേശീയപാതകളാണ് അവർ എടുത്തു പറയുന്നത്. കടം വർദ്ധിപ്പിക്കുകയാണ് പിണറായി സർക്കാർ ചെയ്തത്. കോൺഗ്രസിനെ കൃത്യമായി മനസ്സിലാക്കിയാൽ യുഡിഎഫ് ഭരണം കേരളത്തിൽ ഉണ്ടാകാനാണ് സാധ്യതയെന്നും ശശി തരൂർ ഉറപ്പിച്ചു പറയുന്നു. പിണറായിയെ പ്രചാരണത്തിന് ഉപയോഗിച്ചാണ് സിപിഎം വോട്ട് നേടാൻ ശ്രമിക്കുന്നത്. ഒരു വ്യക്തിയെ കണ്ടല്ല വോട്ട് ചെയ്യേണ്ടതെന്ന് തരൂർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോൾ പെൻഷൻ തന്നതിനാൽ ജനങ്ങൾ വോട്ട് ചെയ്യുകയില്ല. 10 വർഷം എന്തൊക്കെ അനുഭവിച്ചുവെന്നും ശശി തരൂർ ചോദിക്കുന്നു. വ്യക്തിയധിഷ്ഠിതമായ പ്രചാരണമല്ല യുഡിഎഫിനുള്ളത്. ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന പ്രമുഖ നേതാക്കളെ അണിനിരത്തിയാണ് കോൺഗ്രസിന്റെ പ്രചരണം. അനുഭവജ്ഞാനമുള്ള നേതാക്കളും യുവതലമുറയെ പ്രതിനിധീകരിക്കുന്ന നേതാക്കളും ചേർന്ന് ഒരു പുതുകേരളം സൃഷ്ടിക്കുമെന്നാണ് ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസമെന്നും ശശി തരൂർ അടിവരയിട്ട് പറയുന്നുണ്ട്. തരൂരിന്റെ പ്രതികരണം കാണാം. നിങ്ങൾ എണ്ണം പറയാൻ ആഗ്രഹിക്കുന്നില്ലേ? പക്ഷെ നല്ലൊരു ഭൂരിപക്ഷം കിട്ടുന്നൊരു സംശയവുമില്ല. ഞാൻ തന്നെ 21-ാം തീയതി മുതൽ പ്രചരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 48 സ്ഥാനാർത്ഥികളായി തോന്നുന്നു. ഞങ്ങളുടെ കണക്ക് പ്രകാരം നല്ലൊരു ഒരു ഭൂരിപക്ഷം കിട്ടും. നമ്മൾക്കറിയാം, ഒന്നും എളുപ്പത്തെടുക്കരുത്. അവസാനത്തെ ഒരാഴ്ച നമ്മളെല്ലാവരുടെയും ഇറങ്ങുന്നുണ്ട്. ഞങ്ങളുടെ സന്ദേശം ജനങ്ങളുടെ അടുത്ത് എത്തിക്കാനാണ് ഞങ്ങളുടെ പ്രാധാന്യപ്പെട്ട ഒരു ചിന്ത. ഇവിടെ ശ്രീ കുഞ്ഞാലിക്കുട്ടിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. പക്ഷെ ചില ഭാഗത്ത് ഞങ്ങൾക്ക് പുതുമുഖങ്ങളാണ് സ്ഥാനാർത്ഥികളായി വന്നിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ നമുക്ക് കൂടുതൽ സമയം തന്നിട്ടില്ല. അപ്പോൾ അവരെ പരിചയപ്പെടുത്താനും അവരുടെ ഈ ലോക്കൽ ബന്ധങ്ങൾ സ്ഥാപിക്കാനും കുറച്ചും കൂടി ഞങ്ങൾ ശ്രമം എടുക്കുന്നുണ്ട്. എല്ലാവരുടെയും നമ്മൾക്ക് സമയം കിട്ടിയത് മതിയാവുമെന്നും പറയില്ലെങ്കിലും കൂടി എനിക്ക് ഒരു സംശയവുമില്ല, ഒരു വിഹാരം ഞങ്ങളുടെ പുറകെയുണ്ട്. ഒരു ട്രെൻഡ് യുഡിഎഫിന്റെ അനുകൂലം തന്നെയാണ്. ജനങ്ങൾ മനസ്സിലാക്കിയ ഒരു മാറ്റത്തിന്റെ ഒരു സമയം വന്നിട്ടുണ്ട്. ആ മാറ്റം ഞങ്ങൾക്ക് തന്നെ അനുകൂലമാണ്. ഈ എൽഡിഎഫിന്റെ അവകാശവാദം ഭരണവിരുദ്ധ വികാരം അങ്ങനെ വലിയ തോതിലില്ല എന്നുള്ളതാണ്. നോക്കൂ, അതല്ല അങ്ങനെ പറയുകയാണെങ്കിൽ അത് ആരും വിശ്വസിക്കില്ല. കാരണം എല്ലാവരോടും ചോദിച്ചോളൂ. നാട്ടുകാരോട് നിങ്ങളെല്ലാവരും ചോദിക്കുന്നവരാണല്ലോ ഭരണവിരുദ്ധ ഒരു വിഹാരം ഇല്ലയെന്ന്. പക്ഷെ അവര് പറയണത് അവരുടെ രക്ഷ എന്താണ് അവർ ശ്രമിക്കുന്നത്? അത് MLA-മാർക്ക് എല്ലാവരും ഇഷ്ടമാണ്. അതുകൊണ്ട് അങ്ങനെ MLA-മാരുടെ വിരുദ്ധം വോട്ടുണ്ടാവില്ല. പക്ഷെ ആൾക്കാർക്കറിയാം, ഞങ്ങൾ പറയണത് നിങ്ങളുടെ MLA നിങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെട്ടാലും അവർ ഈ 10 വർഷക്കാലം ഈ സർക്കാരിനെയല്ല പിന്തുണ കൊടുത്തിരിക്കണം. ഈ സർക്കാർ വഴിക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? അവർ വികസനം ചൂണ്ടിക്കാണിക്കും കൂടി കേന്ദ്രം കൊണ്ടുവന്ന ഹൈവേസ് ആണ് ചൂണ്ടിക്കാണിക്കുന്നത്. അവരെന്താ ചെയ്തിരിക്കുന്നത് നാട്ടിന് വേണ്ടിയിട്ട്? കടം നമ്മുടെ കൂട്ടി കൊണ്ടുപോകാതെ മാത്രമല്ല ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ജനങ്ങൾ ഇതിനെക്കുറിച്ച് കുറച്ച് ഞങ്ങളെ ഒന്ന് കേട്ട് സംസാരിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് നമ്മളൊപ്പം തന്നെ വരാൻ പോകും. ഒപ്പം തന്നെ അവരുടെ ഒരു വിമർശനം, ഈ വികസനം ചർച്ച ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പ്രതിപക്ഷം പിണറായിയെ കേന്ദ്രീകരിച്ചാണ് ഈ പ്രചാരണത്തിന്റെ കുന്തവന. ഞാൻ എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ ഏത് വ്യക്തിയെക്കുറിച്ചും ഞാൻ എന്റെ രാഷ്ട്രം ചെയ്തിട്ടില്ല. ഞാൻ ആരെയും ആക്ഷേപിച്ചിട്ടില്ല. എന്റെ അഭിപ്രായത്തിൽ നമ്മൾ ശരിക്കും ജനങ്ങൾക്കതെ വികസനവും ജനങ്ങളുടെ ജീവിതം ജനങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്തിരിക്കുന്നത്? ഒരു വ്യക്തിയുടെ മുഖം കണ്ടിട്ടില്ല വോട്ട് ചെയ്യേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ വല്ല മെച്ചം വന്നുവോ? നിങ്ങൾക്ക് എന്താ ഈ ഇലക്ഷന് മുമ്പ് പെട്ടെന്ന് പെൻഷൻ കിട്ടാൻ തുടങ്ങിയാൽ അതിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുമോ? 10 വർഷം എന്താ നിങ്ങൾ അനുഭവിച്ച്? അതൊക്കെ ആലോചിക്കണം. ആൾക്കാർക്ക് നമ്മൾ മലയാളികൾ പഠിപ്പും അറിവും ഉള്ള ആൾക്കാരാണല്ലോ. അവരെങ്ങനെ എളുപ്പത്തിലെടുക്കരുത്, അവരെ ഫൂൾ ചെയ്യരുത്. നമ്മൾ നേരിട്ട് പറയാം, ഇത് വ്യക്തികളുടെ പ്രശ്നമല്ല, വിഷയങ്ങളുടെ പ്രശ്നമാണ്. ഞങ്ങളുടെ മൂല്യങ്ങൾ, ഞങ്ങളുടെ വികസനങ്ങൾ, ശ്രീ കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള അനുഭവമുള്ള നേതാക്കൾ, അതിനൊപ്പം ചില യുവ തലമുറയുടെ പ്രതിനിധികൾ രണ്ടും കൂടി ഒരുമിച്ച് വന്നിട്ട് ഒരു മെച്ചപ്പെട്ട ഒരു പുതു കേരളം ഉണ്ടാക്കുന്നതാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം.